ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ്, മേ ഹാവ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ സെൻറ്റൻസസ് ഒക്കെ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓവർ ടു ദ വീഡിയോ. നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ പണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ്. സോ വുഡ് ഹാവ് എന്ന് വെച്ചാൽ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. അവൾ ഇന്നലെ പോയേനെ എന്നർത്ഥമാണ് ഇവിടെ വരുന്നത്. അവൾ ഇന്നലെ പോകുമായിരുന്നു പക്ഷെ പോയിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അവൾ ഇന്നലെ പോകുമായിരുന്നു അല്ലെങ്കിൽ അവൾ ഇന്നലെ പോയേനെ എങ്ങനെ പറയാം? ഷീ വുഡ് ഹാവ്. ഇവിടെ ശ്രദ്ധിക്കുക, വുഡ് ഹാവിൻ്റെ കൂടെ നമ്മൾ V3 ആണ് യൂസ് ചെയ്യുക. വേർബിൻ്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുക. പോകുക ഗോ. ഗോയുടെ തേർഡ് ഫോം എന്താണ്? ഗോ, വെൻറ്റ്, ഗോൺ. തേർഡ് ഫോം ഗോൺ ആണല്ലേ. സോ ഗോൺ. ഇന്നലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യെസ്റ്റർഡേ എന്ന് ആഡ് ചെയ്യുന്നു. ഷീ വുഡ് ഹാവ് ഗോൺ യെസ്റ്റർഡേ. ഷീ വുഡ് ഹാവ് ഗോൺ യെസ്റ്റർഡേ. വുഡ് ഹാവ് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതെങ്ങനെ വായിക്കുക? ഷീ വുഡ് ഹാവ്. ഷീ വുഡ് ഹാവ് ഗോൺ യെസ്റ്റർഡേ. നെക്സ്റ്റ് വൺ, അവർ നിന്നെ സഹായിക്കുമായിരുന്നു. സഹായിച്ചേനെ പക്ഷെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ദേ, അവർ. ദേ വുഡ് ഹാവ്. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ്. അതെങ്ങനെയാണ് വന്നത്? ഹെൽപ്പ് V1, ഹെൽപ്ഡ് V2. ഇങ്ങനെ ED V2 ആയിട്ട് വരുമ്പോൾ അതിൻ്റെ തേർഡ് ഫോമും ഇങ്ങനെ തന്നെയായിരിക്കും വരിക കേട്ടോ. V1, V2, V3. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ്. നിന്നെ എന്നല്ലേ, അതുകൊണ്ട് നമ്മൾ യു എന്ന് ആഡ് ചെയ്യുന്നു. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അവർ നിന്നെ സഹായിച്ചേനെ. നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ നിന്നെ സഹായിച്ചേനെ. നീ അവിടെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്നെ സഹായിച്ചേനെ. പക്ഷെ സഹായിച്ചിട്ടില്ല, നടക്കാത്ത കാര്യമായതുകൊണ്ടാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്തത്. ഇനി ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഐ വുഡ് ഹാവ്. V3 എന്ത് വരും? ടോൾഡ് എന്ന് വരും അല്ലേ. ഐ വുഡ് ഹാവ് ടോൾഡ് യു. ഇനി നെഗറ്റീവ് ആണ് പറയുന്നത്. ഞാൻ നിന്നെ കാണുമായിരുന്നു എന്ന് പറയാൻ ഐ വുഡ് ഹാവ് സീൻ യു. ഞാൻ നിന്നെ കാണില്ലായിരുന്നു എങ്ങനെ പറയാം? ഐ വുഡ് ഹാവിന് പകരം വുഡ് നോട്ട് ഹാവ്. ഐ വുഡ് നോട്ട് ഹാവ് സീൻ യു. ഞാൻ നിന്നെ കാണില്ലായിരുന്നു. ഇത് നടക്കില്ലായിരുന്നു എങ്ങനെ പറയാം? ദിസ് വുഡ് നോട്ട് ഹാവ്. വുഡ് നോട്ട് ഹാവ് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് വുഡിൻറ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യാം. ദിസ് വുഡിൻറ്റ് ഹാവ്. നടക്കുക ഹാപ്പൻ. അപ്പോൾ അതിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവൾ ഇന്നലെ പോകുമായിരുന്നു. ഷീ വുഡ് ഹാവ് ഗോൺ യെസ്റ്റർഡേ. അവർ നിന്നെ സഹായിക്കുമായിരുന്നു. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഐ വുഡ് ഹാവ് ടോൾഡ് യു. ഞാൻ നിന്നെ കാണില്ലായിരുന്നു. ഐ വുഡിൻറ്റ് ഹാവ് സീൻ യു. ഇത് നടക്കില്ലായിരുന്നു. ദിസ് വുഡിൻറ്റ് ഹാവ് ഹാപ്പൻഡ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് കുഡ് ഹാവ് ആണ്. കുഡ് ഹാവ്. കുഡ് ഹാവ് എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, സാധിക്കുമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. കഴിയുമായിരുന്നു അല്ലെങ്കിൽ അത് സാധിക്കുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല. എനിക്ക് അന്ന് അവളോട് അത് പറയാൻ കഴിയുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ആ ഒരു അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം. നിനക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു എങ്ങനെ പറയാം? യു കുഡ് ഹാവ്. യു കുഡ് ഹാവ്. V3 ഉപയോഗിക്കാം. ഡൺ. അത്, ദാറ്റ്. യു കുഡ് ഹാവ് ഡൺ ദാറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു, നിനക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. വുഡ് ഹാവ് ആണെങ്കിൽ എന്തായിരിക്കും അർത്ഥം വരിക? യു വുഡ് ഹാവ് ഡൺ ദാറ്റ് എന്ന് വെച്ചാൽ നീ അത് ചെയ്യുമായിരുന്നു പക്ഷെ നീ ചെയ്തില്ല.
ഇവിടെ നിനക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ നീ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണേ. നെക്സ്റ്റ് വൺ, അവൾക്ക് വരാമായിരുന്നു എന്ന് വെച്ചാൽ അവൾക്ക് വരാൻ കഴിയായിരുന്നു പക്ഷെ അവൾ വന്നില്ലല്ലോ. അവൾക്ക് വരാമായിരുന്നു എങ്ങനെ നമ്മൾ പറയാം? ഷീ കുഡ് ഹാവ്. ഷീ കുഡ് ഹാവ് കം. കം എന്നുള്ളത് V3 ആണ് കേട്ടോ. കം, കെയിം, കം V3 ആണ്. അവൻ എന്നോട് പറയാമായിരുന്നു എങ്ങനെ പറയാം? ഹീ കുഡ് ഹാവ് ടോൾഡ് മീ. ഹീ കുഡ് ഹാവ് ടോൾഡ് മീ. കുഡ് ഹാവ് എന്നുള്ളത് നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. ഹീ കുഡ് ഹാവ് ടോൾഡ് മീ. ഹീ കുഡ് ഹാവ് ടോൾഡ് മീ. അവൻ എന്നോട് പറയാമായിരുന്നു. ഇനി എനിക്ക് പോകാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ ഐ കുഡ് ഹാവ് ഗോൺ. പക്ഷെ ഇവിടെ എനിക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഓക്കെ, എനിക്ക് പോകാനൊന്നും കഴിയില്ലായിരുന്നു പക്ഷെ ഞാനങ്ങ് പോയി. എനിക്കത് കാണാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഞാനത് കണ്ടു. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷൻസിൽ ഐ കുഡൻറ്റ് ഹാവ് അല്ലേ? കുഡ് നോട്ട് ഹാവിൻ്റെ ഷോർട്ടാണ് ഞാൻ കുഡിൻറ്റ് ഹാവ് എന്ന് പറഞ്ഞു കേട്ടോ. ഐ കുഡിൻറ്റ് ഹാവ് ഗോൺ. എനിക്ക് പോകാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഞാൻ പോയി. ഓക്കെ, അവൾക്കത് പറയാൻ കഴിയില്ലായിരുന്നു. ഷീ കുഡിൻറ്റ് ഹാവ് പറയാനാണല്ലേ, അപ്പോൾ ടോൾഡ്. ഷീ കുഡിൻറ്റ് ഹാവ് ടോൾഡ് ദാറ്റ്. അവൾക്കത് പറയാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നിനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, യു കുഡ് ഹാവ് ഡൺ ദാറ്റ്. അവർക്ക് വരാമായിരുന്നു, ദേ കുഡ് ഹാവ് കം. അവൾക്ക് എന്നായതുകൊണ്ട് ഷീ കുഡ് ഹാവ് കം. അവൻ എന്നോട് പറയാമായിരുന്നു, ഹി കുഡ് ഹാവ് ടോൾഡ് മീ. എനിക്ക് പോകാൻ കഴിയില്ലായിരുന്നു, ഐ കുഡൻറ്റ് ഹാവ് ഗോൺ. അവൾക്ക് പറയാൻ കഴിയില്ലായിരുന്നു, ഷീ കുഡൻറ്റ് ഹാവ് ടോൾഡ്. അത് എന്നുണ്ടായതുകൊണ്ട് ദാറ്റ് എന്ന് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ വുഡ് ഹാവും കുഡ് ഹാവും നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കിയാലോ. മേ ഹാവ്, മൈറ്റ് ഹാവ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ, നടന്നിട്ടുണ്ട് എന്നല്ല, നടന്നിട്ടുണ്ടാവാം. സാധ്യതയാണ് നമ്മൾ പറയുന്നത്. അവൾ പോയിട്ടുണ്ടാകാം. പോയി എന്നല്ല പറയുന്നത്, പോയിട്ടുണ്ട് എന്നല്ല പറയുന്നത്. ദർ ഇസ് എ ചാൻസ് അവൾ പോയിട്ടുണ്ടാകാം. അപ്പം എങ്ങനെ പറയാം? ഷീ മേ ഹാവ് ഗോൺ. V3 ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഷീ മൈറ്റ് ഹാവ് ഗോൺ എന്നും പറയാം. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി അവൾ പറഞ്ഞിട്ടുണ്ടാകാം. ഷീ മേ ഹാവ് V3 ആണ് ടോൾഡ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ മൈറ്റ് ഹാവ് ടോൾഡ് എന്നും പറയാം. അപ്പോൾ മേ ഹാവും മൈറ്റ് ഹാവും തമ്മിൽ, മേയും മൈറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഉറപ്പിൽ നമ്മൾ പറയുമ്പം നമ്മൾ മേ യൂസ് ചെയ്യും. തീരെ ഉറപ്പ് കുറഞ്ഞ് നമ്മൾ പറയുമ്പം നമ്മൾ മൈറ്റ് യൂസ് ചെയ്യും. അത് പറയുന്ന ആളുടെ മനോഭാവം അനുസരിച്ചിട്ടാണ്. എനിക്ക് നല്ല ഉറപ്പാണ് അവൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷീ മേ ഹാവ് ഗോൺ, അവൾ പോയിട്ടുണ്ടാകാം. ഷീ മൈറ്റ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകാം പക്ഷെ കൂടുതൽ ചാൻസും പോയിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിലായോ? കുറച്ചും കൂടെ ചാൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല. എങ്ങനെ പറയാം? ഷീ may not have done that. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഷീ മേ നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഷീ മൈറ്റ് നോട്ട് ഹാവ് ഡൺ ദാറ്റ് എന്നും പറയാം. അവർ വീട് വാങ്ങിയിട്ടുണ്ടാകാം. എങ്ങനെ പറയുന്നത്? ദേ മേ ഹാവ്, വാങ്ങുക അതിൻ്റെ V3 ആണ് ബോട്ട്. എങ്ങനെയാണ് വരുന്നത്? ബൈ V1, ബോട്ട് V2, V3യും ബോട്ടാണ് കേട്ടോ. സോ ദേ മേ ഹാവ് ബോട്ട് ദ ഹൗസ്. അവർ വീട് വാങ്ങിയിട്ടുണ്ടാകാം. അവർ വീട് വാങ്ങിയിട്ടുണ്ടാകണം. ഇതെങ്ങനെയാണ് പറയുക? ഇത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? മേ ഹാവ് മൈറ്റ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നടന്നിട്ടുണ്ടാകാം എന്ന് നമ്മൾ അനുമാനിച്ച് പറയാണ്. ഓക്കെ, നമ്മളുടെ ഒരു പ്രതീക്ഷ, നമ്മൾ വിചാരിക്കുന്ന ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവൾ പോയിട്ടുണ്ടാകാം, ഷീ മേ ഹാവ് ഗോൺ.
ചിലപ്പോൾ അവൾ പോയിട്ടുണ്ടാകാം. ഓക്കെ, ചാൻസ് കുറവാണെങ്കിൽ ഷീ മൈറ്റ് ഹാവ് ഗോൺ. അവൾ പറഞ്ഞിട്ടുണ്ടാകാം, ഷീ മേ ഹാവ് ടോൾഡ്. ഷീ മൈറ്റ് ഹാവ് ടോൾഡ് എന്നും പറയാം. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല, ഒരു ചാൻസും ഇല്ല, അവൾ അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഷീ മേ നോട്ട് ഹാവ് ഡൺ ദാറ്റ്, അവളിത് ചെയ്തിട്ടുണ്ടാവില്ല. ദേ മേ ഹാവ് ബോട്ട് ദ ഹൗസ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ബാക്കി പഠിക്കാം. മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് നടന്നിട്ടുണ്ടാകാം എന്ന് സാധ്യത പറയാൻ വേണ്ടിയിട്ടല്ലേ. മസ്റ്റ് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നടന്നിട്ടുണ്ടാകും, അങ്ങനെ നടന്നിട്ടുണ്ടാകണം, ഇങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അവൾ അത് പറഞ്ഞിട്ടുണ്ടാകണം. എങ്ങനെ പറയാം? ഷീ മസ്റ്റ് ഹാവ് ടോൾഡ് ദാറ്റ്. ഇന്ന ആളോട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ടോൾഡ് യൂസ് ചെയ്യുക. അവൾ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ നമ്മളിവിടെ ടോൾഡിന് പകരം സെഡ് ആണ് ഉപയോഗിക്കുന്നത്. ആരോടെങ്കിലും പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ടോൾഡ് യൂസ് ചെയ്യുക കേട്ടോ. ദിയ വന്നിട്ടുണ്ടാകണം. ദിയ മസ്റ്റ് ഹാവ്. കണ്ടോ, ഉറപ്പാണ്. ദിയ മസ്റ്റ് ഹാവ് കം. കം എന്നുള്ളത് V3 ആണ് കേട്ടോ. ഹാവിൻ്റെ കൂടെ നമ്മൾ V3 യൂസ് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല. ചെയ്തിട്ടുണ്ടാകണം എന്ന് പറയാൻ നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ മസ്റ്റ്ന്റ് ഹാവ് അല്ല യൂസ് ചെയ്യുക, പകരം കാൺഡ് ഹാവ് ആണ് യൂസ് ചെയ്യുക. ദേ കാൺഡ് ഹാവ് ഡൺ ദാറ്റ്. അവർ വീട് വാങ്ങിയിട്ടുണ്ടാകണം. ദേ മസ്റ്റ് ഹാവ്, വാങ്ങിക്കുക ബൈ, അതിൻ്റെ V3 ആണ് ബോട്ട്. ദേ മസ്റ്റ് ഹാവ് ബോട്ട് ദ ഹൗസ്. അവർ വീട് വാങ്ങിയിട്ടുണ്ടാകില്ല എന്ന് പറയാനായിട്ട് ദേ കാൺഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ദേ കാൺഡ് ഹാവ് ബോട്ട് ദ ഹൗസ്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ? നിർബന്ധമായിട്ടും നടന്നിട്ടുണ്ടാകണം എന്ന് പറയാനാണ് നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ നടന്നിട്ടുണ്ടാകില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കാൺഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്കൊരു റിവിഷൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. വുഡ് ഹാവ് എന്ന് വെച്ചാൽ ചെയ്യുമായിരുന്നു എന്നാണ്. കുഡ് ഹാവ് എന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയുമായിരുന്നു. മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടാകാം, സാധ്യതയാണ് പറയുന്നത്. മസ്റ്റ് ഹാവ് എന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയാണ്, നടന്നിട്ടുണ്ടാകണം. മസ്റ്റ് ഹാവ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ, നടന്നിട്ടുണ്ടാകണം എന്ന് പറയാനായിട്ട്. അവൻ പറയുമായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞില്ല, അവന് പറഞ്ഞേനെ എന്ന് പറയണമെങ്കിൽ ഹീ വുഡ് ഹാവ് ടോൾഡ്. അവന് പറയാൻ കഴിയുമായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയാ പറയാ? ഹീ കുഡ് ഹാവ് ടോൾഡ്. അവൻ പറഞ്ഞിട്ടുണ്ടാകാം, സാധ്യതയാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഹീ മേ ഹാവ് ടോൾഡ് അല്ലെങ്കിൽ ഹീ മൈറ്റ് ഹാവ് ടോൾഡ്. അവൻ പറഞ്ഞിട്ടുണ്ടാകണം, നിർബന്ധിച്ച് പറയാണ്, ഹീ മസ്റ്റ് ഹാവ് ടോൾഡ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു സോ മച്ച് എവ്രിവൺ.